ഹലോ ബഡീസ്, നമ്മളൊന്ന് നോക്കാൻ പോണത് ഒരു ട്രേഡിങ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിരി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാരനെ ഉദ്ദേശിച്ചത് എൻ്റെ തന്നെ ഒരു ഇതെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ ട്രേഡിങ്ങിൽ വന്ന സമയത്ത് എനിക്ക് ഒരു അത്ര ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചോദിച്ച സമയത്ത്, ട്രേഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനല്ല, ഒരു ആപ്പ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ചോദിച്ച സമയത്ത് 40,000 സംതിങ് ആ റേഞ്ചിൽ അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഇയർ മുമ്പ്, 4 ഇയർ കറക്റ്റ് ആ കൊറോണയുടെ സമയത്ത് ഒരു 4 ഇയർ മുമ്പ് ഒരു 40,000 എബോവ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ, ഇപ്പോഴും ഏകദേശം അതേപോലെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ട്രേഡിങ് പഠിക്കണം, പക്ഷേ അതിനനുസരിച്ച ക്യാപിറ്റലില്ല എന്നല്ല, ക്യാപിറ്റലൊരു വിഷയമല്ല, അതിനനുസരിച്ച സാമ്പത്തികമില്ല. ഇപ്പോൾ നമുക്ക് 40,000 കൊടുത്തിട്ട് 40,000 നല്ല ക്യാപിറ്റലിട്ടിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അങ്ങനെയല്ല, നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര പൈസ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രേഡിങ് പഠിക്കണം, അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സീരീസ്, ഒരു എപ്പിസോഡ് പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ പഠിച്ച് ക്ലാസ്സിൽ പോകാം. ഇപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോണത് ഒരു FVG എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകണം. FVG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഇംബാലൻസ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റിയ രീതിക്ക് ഞാൻ നോക്കട്ടോ. ഇപ്പോൾ FVG എന്ന് പറഞ്ഞാൽ ഇംബാലൻസ്. ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, മാർക്കറ്റ് ഇങ്ങനെ ഈ ഓരോ ക്യാൻഡലിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു FVG ആ ഒരു കോൺസെപ്റ്റിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ FVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് ആണ്. ഇത് 2 തരത്തിലുള്ള FVGs ഉണ്ട്. ബുള്ളിഷ് FVG ഉണ്ട്, ബീറിഷ് FVG ഉണ്ട്. ഇത് ബുള്ളിഷ് FVG ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബുള്ളിഷ് FVG എന്ന് കണക്കാക്കാം? ബുള്ളിഷ് FVG എന്ന് പറഞ്ഞാൽ 3 ഗ്രീൻ ക്യാൻഡിലാണോ, 3 ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഈ ക്യാൻഡിൽ ഈ രണ്ടാമത്തെ ക്യാൻഡിലുണ്ടോ, രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ഫില്ലാക്കിയിട്ടുണ്ട്. അതേപോലെ മൂന്നാമത്തെ ക്യാൻഡിൽ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഈ ഭാഗം ഫില്ലാക്കിയിട്ടുണ്ട്. ഈ ഫില്ലാക്കാണ്ടിരിക്കുന്ന ഏത് ഭാഗമുള്ളത്? ഈ കുറച്ച് ഭാഗമല്ലേ. ഇതിനെയാണ് ഇംബാലൻസ് എന്ന് പറയാം. ഇതെല്ലാം ഓർഡേഴ്സാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്താ മനസ്സിലാക്കുക? അതെല്ലാം ഓർഡേഴ്സാണ്. അല്ലാണ്ട് ക്യാൻഡിലെന്ന് വെച്ചാൽ ഒരു ചന്തത്തിന് വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ ബിഗ് പ്ലെയേഴ്സിൽ, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ബാങ്ക്സ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടാവും. ബാങ്ക്സ്, LIC, അങ്ങനത്തെ ബിഗ് പ്ലെയേഴ്സ് ഈ മാർക്കറ്റിൽ ഹ്യൂജായിട്ടുള്ള ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ വലിയ വലിയ ക്യാൻഡിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെയാണ് അവരുടെ എൻട്രി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബിഗ്ഗായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിഗ്ഗായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിൽ അവൻ്റെ ഓർഡേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിനെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FVG ഉപയോഗിക്കുക. FVG ഉപയോഗിക്കുന്നില്ല, അതാണ് FVG. അത് അവൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് FVGയിലൂടെ നമുക്ക് അറിയാൻ പറ്റും. FVG എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സഡനായിട്ടൊരു ബിഗ് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എൻട്രീസ് വരിക, കൂടുതൽ എൻട്രീസ് മാർക്കറ്റ് പ്ലേസ് ആവുക, അതിനാണ് ബിഗ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുക. അതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് ഇത്തിരി റിഫൈൻ ചെയ്ത് ഞാൻ മനസ്സിലാവണ പോലെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ഭാഗമാണ് FVG. ഇതിപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഭാഗം എടുത്തില്ല? ഇവിടുത്തെ ഓർഡേഴ്സ് ബാലൻസ്ഡാണ്, പക്ഷേ ഇവിടുത്തെ ഓർഡേഴ്സ് ബാലൻസ്ഡല്ല, അതാണ് ഇംബാലൻസ് എന്ന് പറയും. ഇംബാലൻസ് എന്ന് പറഞ്ഞാലാണ് FVG. ഈ ഓർഡേഴ്സ് ബാലൻസ് അല്ല. ഈ ഓർഡേഴ്സ് ബാലൻസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് മേലെ പോയിട്ട് ഈയുടെ ഓർഡേഴ്സ് ബാലൻസ് ആക്കാൻ വേണ്ടി മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് വീണ്ടും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകും. ഇതാണ് സംഭവം നടക്കുന്നത്.
ഇത്രേ ഉള്ളൂ FEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ FEG എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കുറേ പേര് FEG എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. FEG എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ക്യാൻഡിൽ വന്നു, 3 ക്യാൻഡിൽ വന്നു, 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണല്ലോ നമ്മുടെ FEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചിലവർ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്യാൻഡിൽ വന്നു, ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് FEG. ഇത് എന്താ സംഭവം എന്ന് അവർക്ക് അറിയില്ല. ഈ ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് അവിടെ പെൻഡിങ് ആയിട്ടുണ്ട്. ഈ പെൻഡിങ് എന്ന് വെച്ചാൽ ഇവർ എന്ത് ഉദ്ദേശിക്കുന്നു? പെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് ബൈ ഓർഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു വലിയ ക്യാൻഡിൽ ഫുൾ ബൈ ഓർഡേഴ്സാണ്. പക്ഷേ ഈ ഒരു ബൈ ഓർഡേഴ്സിൻ്റെ ഈ ഒരു ഭാഗം ബാലൻസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗം ബാലൻസ് ചെയ്തിട്ട് മാർക്കറ്റ് സഡനായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് വരണം. സഡനായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇത്രയും ബൈ ഓർഡേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കണം മാർക്കറ്റിൽ. പിന്നെ ഇത്ര ഭാഗം ബാലൻസ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അപ്പിലേക്ക് പോകണം. അപ്പോൾ ബാക്കി ഇത്ര ഭാഗം ബാലൻസ് ചെയ്യാൻ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുക, ഇവിടം വരെയുള്ള അവൻ്റെ കുറച്ച് ടാർഗറ്റ് ഉണ്ടാവുമല്ലോ, അവൻ്റെ ഓർഡേഴ്സ് എടുത്തിട്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകുള്ളൂ. അത് നടക്കാണ്ട് മാർക്കറ്റ് മുന്നോട്ട് പോകില്ല. മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷെ അത്ര ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ആയിരിക്കും ആ സമയത്ത്. ബയേഴ്സ് സെല്ലേഴ്സൊക്കെ ആയിരിക്കും മാർക്കറ്റിലുണ്ടാവുക. പക്ഷേ ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്കാവുക. മാർക്കറ്റ് സെയിം ഡയറക്ഷനിലേക്ക് എന്ത് വന്നാലും എപ്പോഴായാലും മൂവ് ചെയ്യില്ല. മാർക്കറ്റ് ഇപ്പോൾ ബൈ സൈഡിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കില്ല. ബൈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു കറപ്ഷൻ വേണം. എല്ലാവരും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കില്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു സാധനം വാങ്ങിച്ച സാധനം കൊടുക്കാനൊരു ഇത് വേണ്ടേ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചു എന്ന് വെക്കി. ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇപ്പോൾ മാർക്കറ്റിൻ്റെ കേസിൽ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞു, ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലേക്ക് പോകും. ആ സാധനം നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് അല്ലേ, ഇത് മണി സംബന്ധിച്ച കാര്യമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ മാത്രം വരില്ല, അത് വിറ്റാലല്ലേ നമുക്ക് പ്രോഫിറ്റ് അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിക്കണത് മാത്രമല്ല, നമ്മൾ വാങ്ങിച്ച സാധനം അവിടെ നിന്ന് അതിൻ്റെ പ്രോഫിറ്റ് അടിക്കും. അതിൻ്റെ പ്രോഫിറ്റ് അടിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തനിയെ അടിയിലേക്ക് വരും, അതിൻ്റെ തിരിച്ച് സ്ഥലത്തേക്ക് വരും. പിന്നെ വീണ്ടും വേറെ ബയേഴ്സ് വരും. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടുണ്ട്, ബൈ അറ്റ് ദ ഡിപ്പ് സെൽ അറ്റ് ദ ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർ ബൈ ചെയ്യുക, മാർക്കറ്റ് അപ്പിൽ നിൽക്കുന്ന സമയത്താണ് എല്ലാവരും സെല്ല് ചെയ്യുക. അങ്ങനെയാണല്ലോ പ്രോഫിറ്റ്. നമ്മൾ അടിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിലക്കുറവെന്ന് വാങ്ങിച്ചിട്ട് വില കൂടുതലിൽ വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും, വില കൂടുതലിൽ നിന്നിട്ട് വിറ്റിട്ട് വില കുറവെന്ന് വാങ്ങിച്ചതിന് നമുക്ക് പ്രോഫിറ്റും. അങ്ങനെയല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അത്രേ ഉള്ളൂ മെയിൻ സംഭവം. ഇപ്പോൾ FEG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ബാലൻസ് ചെയ്യാൻ കിടക്കുന്ന മാർക്കറ്റിലെ ഓർഡേഴ്സ് ബാലൻസ്ഡ് അല്ല. ഇവിടെ എല്ലാ ഓർഡേഴ്സാണ്. ഇവിടുത്തെ ബൈ ഓർഡേഴ്സ് ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്തു, വാങ്ങിച്ചു. ഇവിടുത്തെ ബൈ ഓർഡേഴ്സ് ഇവിടെ വിറ്റിട്ടുണ്ട്, ഇത്ര വിറ്റു. പിന്നെ വീണ്ടും കുറേ ബൈ ഓർഡേഴ്സ് വന്നു മാർക്കറ്റിൽ. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ബൈ ഓർഡേഴ്സ് മാത്രം വാങ്ങിച്ചു, സെല്ല് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇത്ര അടിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വീണ്ടും ബൈ ഓർഡേഴ്സ് മാർക്കറ്റ് വന്നു. അപ്പോൾ ഇവിടെ ഇത്ര ഭാഗം ബാലൻസ് ചെയ്യാൻ ഇനിയും ബാക്കിയില്ലേ, അതിനാണ് ഇംബാലൻസ് എന്ന് പറയുക. അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. മനസ്സിലായോ? ഇതിപ്പോൾ നമുക്ക് ഡയഗ്രാമായിട്ട് ഞാൻ ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡിൽ നിന്ന് അപ്പിക്ക് പോവും, പിന്നെ റിട്രേസ് ചെയ്ത് താഴേക്ക് വരും, എന്നിട്ട് വീണ്ടും ഒരു അപ്പിക്ക് ഒരു മൂവ്മെൻറ്റ് വരും. ബിഗ്ഗായിട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കേണ്ടത്. ഈ ഒരു ബിഗ്ഗായിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഒരു പഴയ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പേരാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ആ സാധനം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അങ്ങനെ ഒരു MSS വന്നില്ലേ, MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലൂടെ നമുക്ക് മനസ്സിലാവും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകും. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലെ പോവും, വീണ്ടും റിട്രേസ് ചെയ്ത് വീണ്ടും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും, വീണ്ടും മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്യും. ഇതാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റിയൽ മാർക്കറ്റിൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇത് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഇതിൽ കാണുമ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടിയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഒരു ബ്രേക്കോ സ്ട്രെച്ചർ, ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ആയിരിക്കണം. ബ്രേക്കോ സ്ട്രെച്ചർ വന്നു, എന്നിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനേക്ക് മൂവ് ചെയ്യുക. അതാണല്ലോ നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഈ സാധനം റിയൽ മാർക്കറ്റിലെ ഗ്രാഫാണത്. റിയൽ മാർക്കറ്റിലെ ഗ്രാഫിൽ ഈ സാധനം ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. അപ്പോൾ കാണിച്ചു തരാം, മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് ട്രേഡിങ്. നമ്മളിപ്പോൾ ട്രേഡിങ്ങിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് ബേസ് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സ്വിങ് ഹൈ ബ്രേക്ക് ആയത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ആയത് ഇത് കണ്ടോ. ഈ സ്വിങ് ഹൈ ഇവിടെ നിന്ന് ബ്രേക്കായി. എങ്ങനെ ബ്രേക്ക് ആയത്? വലിയ ബിഗ് പ്ലെയേഴ്സ് വന്നു, ബിഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത്, അവരിൻ്റെ ഓർഡേഴ്സാണ്. അവരിൻ്റെ ഓർഡേഴ്സ് ആയതുകൊണ്ട് ഇത്ര വലിയ മൂവ്മെൻറ്റിൽ വന്നു, നിറയെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട്. എന്നിട്ട് ഇത്ര ഭാഗം മാത്രം ബാലൻസ് ആയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്രയൊരു ഭാഗം ഇംബാലൻസ് ആയിട്ട് ഇവിടെ കിടക്കുന്നില്ലേ? അപ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സാധനത്തേക്ക് മാർക്കറ്റ് വീണ്ടും ഇതേപോലെ എങ്ങനെ സ്ട്രെയിറ്റ് പോവില്ല. മാർക്കറ്റ് അവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് പറയാം. അവർക്ക് ലോവസ്റ്റ് പ്രൈസ് എന്നല്ലേ സാധനം വേണ്ടത്. ലോവസ്റ്റ് കുറവ് പൈസയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് കൂടുതൽ പൈസയ്ക്ക് സാധനം വിൽക്കണം. അതാണല്ലോ ഇവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. ഗെയിമല്ല, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. മണി എന്നൊരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറവ് സാധനം വാങ്ങിച്ചിട്ട് ഹൈ ആയിട്ടുള്ള പ്രൈസിൽ വിൽക്കണം. അതേപോലെ ഈ ഒരു ഇംബാലൻസിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് താഴേക്ക് വരും. ഈ ഒരു ഇംബാലൻസിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വരും. ഈ ഒരു ഇംബാലൻസ് എത്രയായിട്ട് ഈ രണ്ട് ക്യാൻഡലിലെ ബോഡീസ് ഉണ്ടോ, എത്ര റെസ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കും. ഈ വിക്ക് മാത്രം അടിക്ക് വന്നിട്ടുള്ളൂ, ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിട്ട്. ഈ വിക്ക് അടിക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ടച്ച് ചെയ്ത് നിങ്ങൾ മാർക്കറ്റ് നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നോക്കിയോ, കുഴപ്പമില്ല. ഇതിലിപ്പോൾ മാർക്കറ്റ് ഹൈയിലേക്ക് പോയി വീണ്ടും മാർക്കറ്റ് റിട്രേസ് ചെയ്ത് FVGൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഓർഡേഴ്സ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം നിങ്ങൾ എടുക്കേണ്ടത്, മനസ്സിലായോ? റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കൂടെ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിഗ് പ്ലേയേഴ്സ്, കൂടുതൽ പൈസയുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ അവർ ജയിക്കുമ്പോൾ അവരുടെ ഒപ്പം നിങ്ങൾക്ക് അവരുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞ് അവരുടെ കൂടെ സഞ്ചരിച്ച് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പകുതി നിങ്ങൾക്കും കിട്ടും. അത്രേ ഉള്ളൂ, അതാണ് മാർക്കറ്റ്. ഈ ഒരു FVGൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വന്നു, മാർക്കറ്റിൻ്റെ ഡയറക്ഷനേക്ക് മാർക്കറ്റ് പോയി. ഇത്ര ടാർഗറ്റ് അടിച്ചില്ലേ? ഇത്ര ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇത്ര ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി വീണ്ടും മേലേക്ക് പോകും മാർക്കറ്റ്. അത് അവിടെ നമ്മൾ ആ ടാർഗറ്റിങ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഇനി വേറൊരു ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ എന്താണ്, അതേപോലെ മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് എന്താണ്, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളിപ്പോൾ നോക്കാം അടുത്ത ക്ലാസ്സിൽ. Okay, bye.